ഹലോ എവ്രിവൺ, നമ്മുടെ ചാനലിൽ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഒരു 21 days ഹെയർ ഗ്രോത്ത് ചാലഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ റിസൾട്ടാണ്. ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ നമ്മുടെ മുടി ഒന്ന് ഗ്ലോ ചെയ്തെടുക്കാം, ഒരു ഹെയർ സ്പാറ്റ് ഹോം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ഒരു ചകിരിനാര് പോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ആകെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ഇതിൽ യൂസ് ആക്കുന്നുള്ളൂ. നമുക്ക് വേണ്ടത് ഒരു ബൗള് വേണം, അതുപോലെ തന്നെ ഫ്ലെക്സ് സീഡ് 2 ടേബിൾ സ്പൂൺ ഫ്ലെക്സ് സീഡ് വേണം, 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ അരിപ്പൊടി വേണം, പിന്നെ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും വേണം. 2 ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഫ്ലെക്സ് സീഡും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഫ്ലെക്സ് സീഡും അതുപോലെ തന്നെ 2 ടീസ്പൂൺ റൈസ് ഫ്ലോറും ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലക്സ് സീഡ് പൊടിക്കാണ്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ എടുക്കുക. എന്നിട്ട് അരിപ്പ വെച്ച് അരിച്ചിട്ട് യൂസ് ആക്കിയാൽ മതി. ഇവിടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് നമ്മുടെ ഫ്ലക്സ് സീഡ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ റൈസ് ഫ്ലോർ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. സോ ഇതിനേക്കാൾ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 2 കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെയ്തെടുക്കുന്നതാണ് ബെസ്റ്റ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പേസ്റ്റ്. ഈ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, തലയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോക്കനട്ട് ഓയിലും കൂടിയും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റായി. ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയർ നന്നായി ഓയിൽ ചെയ്ത് കൊടുക്കാം. ആദ്യം മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞിട്ട് നമ്മുടെ ഡീറ്റാങ്കിൾ ചെയ്യാം. മുടിയൊക്കെ ഒന്ന് നമ്മുടെ മുടിയിലെ ചെടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മൾ എണ്ണ പുരട്ടിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുടി കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുക, ഞാൻ മാമാർത്തിൻ്റെ ഒരു ഓയിലാണ്, ഓണിയൻ ഓയിലാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായി മസാജൊക്കെ ചെയ്തിട്ട് നമ്മുടെ കോമ്പ് വെച്ചിട്ടൊന്ന് ചീവി എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം 2 സൈഡ് ഇട്ടിട്ട് പാർട്ടീഷൻസ് എടുക്കുക. കുറച്ച് പാർട്ടീഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പാർട്ടീഷൻസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കെട്ടിവെക്കുക. പിന്നെ അങ്ങനെ ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് 2 ഭാഗം അങ്ങനെ ഞാൻ കെട്ടിവെക്കുകയാണ് ചെയ്തത്. ഓരോരുത്തരുടെ ഐഡിയാസിൽ നമ്മൾ ചെയ്തെടുക്കുക. പാർട്ടീഷൻസ് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സ്ലോലി എല്ലാ ഭാഗത്തേക്കും മുടിയുടെ മുകൾ ഭാഗം മുതൽ അറ്റം വരെ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. പിന്നെ ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായി. എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഗ്ലോ, അതെന്താ പറയുക, സോഫ്റ്റ് ഷൈനി ഒരു ടെക്സ്ചർ നമ്മുടെ മുടിക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒറ്റ യൂസിൽ കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ അത് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഫ്ലെക്സ് സീഡ് വാട്ടർ ഭയങ്കര നമ്മുടെ മുടി വളരാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഫ്ലെക്സ് സീഡ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിക്കാം. ഫസ്റ്റ് ദിവസം ഹെയർ സ്പാ മാത്രമാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ മുടി ഇങ്ങനെ പാർട്ടായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ വാഷ് ചെയ്യുക. ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മുടിയിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാഷ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നൊരു അടിപൊളി പാക്കാണ്. പിന്നെ നമ്മുടെ റൈസ് ഫ്ലോറൊക്കെ തലയിൽ യൂസ് ആക്കുമെന്നൊക്കെ എനിക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. നമുക്കറിയാം, ചില വീഡിയോസിൽ, എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, റൈസ് ഫ്ലോർ നമ്മൾ വേവിച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. ഇതാണ് ഞാൻ അവസാനം ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ളത്. കഴിഞ്ഞ് ഫ്രഷായി കുളിച്ച് ഫ്രഷായതിന് ശേഷമുള്ള റിസൾട്ട് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച വീഡിയോ തന്നെയാണ്. നല്ലൊരു എന്താ പറയുക, ഗ്ലോ, എന്താ പറയുക, മുടി ഭയങ്കര ഷൈനി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചകിരിനാര് പോലത്തെ സംഭവമൊക്കെ മാറി ഒന്ന്
സൂപ്പർ ഫിനിഷിങ് കിട്ടുന്ന ഒരു ഇതായി. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ. താങ്ക് യു.